പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റക്ക് ഫീലിംഗ് വരിക. അതായത് നല്ലപോലെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ പഠിച്ചു കുറച്ച് കഴിയുമ്പം അല്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷനൊക്കെ കേട്ട് പഠിക്കാനൊക്കെ പ്ലാനൊക്കെ ചെയ്ത് സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ഒരു 2 ദിവസം കഴിയുമ്പം നമുക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു മൊത്തത്തിലൊരു സ്റ്റക്കായ ഒരു പോലത്തെ ഒരു ഫീലിംഗ്. ഈ ഒരു ഫീലിംഗ് എൻ്റെ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിനുള്ള കാരണവും ഇതിനുള്ള സൊല്യൂഷനാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുൾ മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റക്ക് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റണം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റക്ക് ഫീലിംഗ് അല്ലേ, നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ കേട്ടിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ് പോയിട്ടുള്ള എക്സാംസിന് മാർക്ക് കുറഞ്ഞപ്പം ഇനി അന്ന് നെക്സ്റ്റ് എക്സാമിന് ആവർത്തിക്കരുത് എന്നുള്ളൊരു പ്രോപ്പർ പ്ലാനോട് കൂടിയായിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ പഠിച്ചൊരു 2-3 ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല, നമ്മൾ അയ്യോ ഇതിന് നടക്കുമോ എന്നുള്ളൊരു തോന്നൽ വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുൾ A+ കിട്ടുന്നു, ഫുൾ മാർക്ക് കിട്ടുന്നു. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് പോസിറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വളരെ സന്തോഷം തരും. ഞാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഇത്ര പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പഠിച്ചൊരു മിഡിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ചാപ്റ്ററിൻ്റെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ആ ഒരു ആവേശം നമുക്ക് കുറഞ്ഞു പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് പകുതിയാവുന്ന സമയത്ത് നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നല്ല. പകരം നമ്മൾ എന്താ ചിന്തിക്കുക, അയ്യോ എനിക്കിനി ഇത്രയും പഠിക്കാനുണ്ട്, അപ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റുമോ. അതായത് ഒരു ചാപ്റ്റർ ചിലപ്പം ഒരു വലിയ ചാപ്റ്റർ ആവാം, ചെറിയ ചാപ്റ്റർ ആവാം. തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ ഞാനിപ്പോൾ തീർക്കും എന്ന് പറഞ്ഞ ആവശ്യത്തിൽ തുടങ്ങുമെങ്കിലും പകുതിക്ക് എത്തുമ്പം നമ്മൾ ഇത്രയും പഠിച്ചതിനേക്കാൾ കൂടുതൽ നമ്മളെ ടെൻഷനാക്കുന്ന എന്തായിരിക്കും, ഇനി ഇത്രയും പഠിക്കാനുണ്ട്, ഇത്രയും എനിക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അത് കഴിഞ്ഞ് എനിക്ക് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, വേറെ സബ്ജക്ട്സ് ഉണ്ട്, ഇതൊക്കെ ഞാൻ എപ്പോൾ പഠിക്കാനാ. ആ ഒരു തോന്നൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മോട്ടിവേഷൻ കുറയ്ക്കും. അങ്ങനെ നമ്മുടെ മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കും. പിന്നെ ഡിസ്ട്രാക്ഷൻ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ആ ഒരു റീൽസിൻ്റെ ലോകത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്രിസ്മസ് എക്സാം എന്താവും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താവും, ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും അല്ലേ. അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സിമ്പിളാണ്. മിസ് ഒരു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ടാകും. ഇതെൻ്റെ കുട്ടികൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റക്ക് ഫീലിംഗിൽ നിന്ന് പുറത്തു വരാനും നമ്മൾ തുടക്കത്തിൽ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടാണോ പഠിച്ചത് അതേ രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു, നമ്മളൊരു പകുതിക്ക് എത്തിയ സമയത്ത് നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിനേക്കാൾ നമ്മൾ ചിന്തിച്ചത് എന്താണ്, എനിക്ക് ഇത്രത്തോളം പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ടാർഗറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനും ഒരു മോട്ടിവേഷൻ കുറവും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ടാർഗറ്റിനെ, നമ്മുടെ ഈ ഗോളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. കുഞ്ഞു അച്ചീവബിൾ ഗോൾസ് ആക്കി മാറ്റുക. അച്ചീവബിൾ ഗോൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യമാകുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് എന്താണ്, അപ്പോൾ ഇത് കഴിഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ചെയ്യാം, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ചെയ്യാം. അത് മാത്രമല്ല ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടിവേഷനും നമ്മളുടെ ആ ഒരു കോൺഫിഡൻസും ഭയങ്കരമായിട്ട് കൂടും അല്ലേ. ഇപ്പം നിങ്ങൾ കുഞ്ഞു മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അമ്മ ഇത്രത്തോളം വലിയ ഭക്ഷണം കാണിച്ചിട്ട് ഇത് മുഴുവൻ കഴിക്കണം എന്നല്ല പറയാം. ആദ്യം കുറച്ച് എനിക്ക് ഇതും കൂടെ കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ കുഞ്ഞു വിചാരിക്കും ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അടുത്തത് കൊടുക്കും അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പറ്റിക്കുക, ഇതേ ഉള്ളൂ അല്ലേ, ഇത് നീ അച്ചീവ് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ എന്താണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതിനുള്ള മോട്ടിവേഷൻ താനേ വരും. അതായത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതും കൂടെ എനിക്ക് നേടണം എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 5 ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ ഈ 5 ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനോട് പറയണ്ട. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാം, ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ക്ലാപ്സ് ഒക്കെ കൊടുക്കുക, നീ അടിപൊളിയാണ്, നീ നല്ലതായിട്ട് പഠിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചെടുക്കണോ എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട. ഇന്ന് നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ 2 പേജ് പഠിക്കും, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിട്ട് മാറുകയും നമ്മളുടെ കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, കുഞ്ഞു ഗോൾസ് അറ്റൈൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
പഠിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം, ഒരു സങ്കടം അല്ലേ? അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ 5 മിനിറ്റ് റൂൾ എന്ന് വിളിക്കാം. അതായത് നിങ്ങളോട് തന്നെ പറയാം, നീ 5 മിനിറ്റ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിനക്ക് അത്രയും മടിയാണെങ്കിൽ 2 മിനിറ്റ് പഠിച്ചാൽ മതി, നീ ആദ്യം ഒന്ന് പഠിക്കാനിരിക്കുക, 2 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആ 2 മിനിറ്റ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ വയ്ക്കുമോ 2 മിനിറ്റ് പഠിച്ചാൽ മതി, കുറേ നേരം ഒന്നും പഠിക്കണ്ട. പക്ഷെ നമ്മളൊന്ന് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 20 മിനിറ്റ്സോ 25 മിനിറ്റ്സോ ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഞാനൊരു ഡേ ഫുൾ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ മണിക്കൂറുകളോളം പഠിക്കും എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അയ്യോ ഇത്രയും പഠിക്കണോ എന്ന് പറയുന്നൊരു സാധനത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക. അപ്പോൾ അതിന് പോകണ്ട. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോഴാണ് ഈ പഠനം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഭയങ്കര ബോറടി ആയിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 25 മിനിറ്റ്സ് പഠിക്കുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും 25 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ബ്രേക്ക്, വീണ്ടും 25 മിനിറ്റ്സ്, പിന്നെ നിങ്ങൾക്കൊരു ലോങ് ബ്രേക്ക് എടുക്കാം, ഒരു 20 മിനിറ്റ്സിൻ്റെ ഒക്കെ ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് കൂടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് സാധാരണ ഒരു ഹ്യൂമന് മാക്സിമം അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 40 to 45 മിനിറ്റ്സ് ആണ്. അത്രയും നല്ല കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാൻ പറ്റുന്നത് ഒരു മിനിമം 25 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ എന്തായിട്ട് മാറും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പോൾ നിങ്ങളൊരു 25 മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ 5 മിനിറ്റിൽ നിൽക്കില്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പം നിങ്ങൾ ആ 5 മിനിറ്റ് എടുക്കുന്ന ബ്രേക്ക് നിങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്യാനോ കുറച്ചൊന്ന് വെള്ളം കുടിക്കുക, ഒന്ന് ജസ്റ്റ് നടന്നു വരിക. ഇത് നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കും. അത് നമ്മുടെ ബോഡിയിൽ എന്താണ് ഓക്സിജൻ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് റീആക്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പൊമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുക. 25 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് സോഷ്യൽ മീഡിയ അല്ലാത്ത രീതിയിലുള്ള ബ്രേക്സ് എടുക്കുക. നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുന്ന ബ്രേക്സ് എടുക്കുക. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ എൻ്റെ മക്കളൊന്ന് ചെയ്തു നോക്കുക. ഇനി നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും എപ്പോഴും ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആകെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കുഞ്ഞു കുഞ്ഞു ഗോൾ സെറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ പൊമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുക, 2 മിനിറ്റ് റൂൾ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി ലൊക്കേഷൻ ഒന്ന് മാറ്റി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഗോൾസ് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സ്റ്റക്ക് നമ്മുടെ മുന്നിൽ നിന്ന് മാറിക്കിട്ടും. ഒരു വലിയ പാറേനെ നമ്മൾ ഒറ്റയ്ക്ക് ആ പാറേനെ മാറ്റാൻ ട്രൈ ചെയ്യുന്നതിനേക്കാൾ അത് പൊട്ടിച്ച് കളയുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുമെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എൻ്റെ കുട്ടികളെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റക്ക് നിങ്ങൾക്കൊരാൾക്ക് മാത്രം ഉണ്ടാവുന്നതല്ല, എല്ലാവർക്കും ഉണ്ട്. അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ സ്റ്റക്കിൽ അവിടെ തന്നെ നിന്നു പോവാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സക്സസ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.